വലിച്ച് മുറുക്കൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ആ സ്ഥലത്ത് വളരെയധികം വേദന അനുഭവിക്കുന്ന സമയം ഉണ്ടാവില്ല. നമ്മൾ വേർത്ത് കുളിച്ച് ചില സമയത്ത് ബോധക്കേടാവുക, പല സംഭവങ്ങളും തെയ്യക്കാർക്ക് ഉണ്ടാകുന്നതായിട്ട് ഉണ്ട്, അനുഭവപ്പെടലുണ്ട്. അത് ലൈംഗികവാദത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഇത് ഭയങ്കരമായിട്ട് മുറുക്കും. ആ ഒറ്റ വെക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ ഒറ്റ വെക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ആവാൻ കാരണം ഇതിൻ്റെ വലിക്കുന്ന രണ്ട് കയറുണ്ട് ഈ ഒറ്റക്കോലത്തിൻ്റെ രണ്ട് ഭാഗത്തെ കൂടെ വരുന്നത്. ആ വലിക്കയറി ഒറ്റ വെച്ച ഒലി അടക്കമാണ് ഈ വലിക്കയറി രണ്ട് വലിക്കയറായിട്ട് വരേണ്ടത്. അപ്പോൾ ഒറ്റ എത്ര മുറിയോ അല്ലെങ്കിൽ ചില സമയത്ത് ഒലി അടക്കം ഇങ്ങോട്ട് വരും. കാരണം ഈലാന്ന് രണ്ട് വലിക്കയറിൻ്റെ ബലം ഈ ഒറ്റയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒറ്റ അത്രയും മുറുക്കിയിട്ടാണ് നമുക്ക് തരല്. ഒലി എടുത്ത് കഴിഞ്ഞിട്ട് ആ 3 ഭാഗത്തുനിന്ന് ഈ ഒലി തൂക്കം ഈ ഒറ്റക്കോലത്തിൻ്റെ വലിക്കയർ എടുക്കുന്നതിന് മുമ്പിൽ ഒറ്റക്കോലത്തെ അടക്കം 3 പാദത്തിൻ്റെ മേലെ ഈ വലിക്കാറ് മേലോട്ട് പൊന്തിക്കും. ഒറ്റക്കോലത്തിന് ഒരാളിൽ മേലെ ഒരാളും അവരെ കയ്യും എത്ര ഉയരത്തിലാണോ പോകുന്നത് ആ ഉയരത്തിൽ ഈ ഒലി കൊടുത്ത തെയ്യത്തിന് 2 or 3 പ്രാവശ്യം പൊന്തിച്ച് താഴേക്ക് നിലത്ത് കുത്തും. ആ കുത്തുന്നതിന് പറഞ്ഞാൽ ഈ ഒലി അതിനനുസരിച്ച് മേലോട്ട് പൊന്താൻ. അല്ലെങ്കിൽ ഈ തെയ്യക്കാരൻ ഒരിക്കലും കാല് പൊന്തില്ല. ആ കാല് പൊന്താത്ത അവസ്ഥ വന്നാൽ പിന്നെ തെയ്യം ഒരിക്കലും വിജയിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബോധക്കേടും പല പ്രശ്നവും ഉണ്ടാവും. അതുകൊണ്ട് കാല് പൊന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വേണ്ടി ഈ ഒറ്റക്കൊലക്കാരനെ 3 പ്രാവശ്യം ഇത് നേരായോ നമ്മൾ തെയ്യം കെട്ടുന്നവരോട് ചോദിക്കും എന്തെങ്കിലും അതൊക്കെ അങ്ങനെയുണ്ടോ. എല്ലാം ബുദ്ധിമുട്ടന്നെ ഉണ്ടാവില്ല. പിന്നെ ഇതായിട്ടാകുമ്പോൾ ബുദ്ധിമുട്ടില്ല ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊന്നും പറയില്ല, തെയ്യക്കാരനൊന്നും പറയാനുള്ള ഇതൊന്നുമില്ല. ശരിയായിന്നേ പറയും, ശരിയായിട്ടില്ലെങ്കിലും ശരിയായെന്നേ പറയും. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ പള്ളിയറേൻ്റെ മുമ്പ് പോയി കൊടിയില വാങ്ങിച്ച് കഴിഞ്ഞ ഉടനെ നേരെ മേലേരി കളത്തിലേക്കാണ് വരുന്നത്. അതിൻ്റെ വടക്കേ ഭാഗത്തിരിക്കുന്ന ചടങ്ങെല്ലാം നടക്കുന്നത് മേലേരിയുടെ മുമ്പിലായിട്ടാണ്. വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് മേലേരി നോക്കിക്കൊണ്ടാണ് ചടങ്ങെല്ലാം നിർവഹിക്കുന്നത്. ആ മേലേരിയിലെ ഇല്ല കൊള്ളി എല്ലാം പുറത്തേക്ക് എടുത്ത് മേലേരി കനൽ മാത്രം ആക്കിയിട്ട് ആ മേലേരി നല്ല രീതിയിൽ കൂമ്പാരായിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് കൂട്ടിയിട്ട് ഉണ്ടാവും. ആ കൂട്ടിയതിൻ്റെ അരുവിന് പതച്ചിട്ട് പറഞ്ഞാൽ ശരിക്ക് തീനാക്കാളും ചൂടുണ്ടാവല് ആ മണ്ണാണ്. ആ തീ കത്ത ചൂട് ചില സമയത്ത് ഉണ്ടായില്ലെങ്കിലും ആ പരിസരത്തുള്ള മണ്ണ് ഭയങ്കര ചൂടായിരിക്കും. അതിന് ചുമട് എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് ശേഷം തെയ്യം കൊടിയില വാങ്ങിച്ച് ഈ മേലേരിക്ക് ഒരു പ്രദക്ഷിണം ഒരു വെലിക്കാരനെയും കൂട്ടി വന്ന് ആ വെലിക്കാരൻ മേലേരിയിലേക്ക് കയറി ഒരു കനൽ ആ മേലേരിന്ന് എടുക്കും. ആ ഒരു കനലെടുത്ത് നമ്മൾ ഈ കൊടിയിൽ ഇട്ട് തരണം. ആ മേലേരി ആ വെലിക്കുന്ന ആൾ കയറുമ്പം അയാൾ അതിൻ്റെ മറ്റുള്ള കാര്യമെല്ലാം അയാൾ മനസ്സിലാക്കും. ഈ ചുമട് എത്ര പോരാ ചൂടുണ്ടെന്നോ അല്ലെങ്കിൽ ഏടെ ഇന്ന് നമുക്ക് ചവിട്ടി വലിക്കാൻ പറ്റുന്നോ എല്ലാ ചൂടും ഈ വലിക്കുന്ന ആളും ഈ തെയ്യം കെട്ടിയ ആളും ആ തൽക്കാലം ആ ഒരു സെക്കൻഡ് സമയം കൊണ്ട് അത്ര പോലെ അനുഭവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. പ്രത്യക്ഷമായ പര ദേവതേ കൈതോഴാം അംഗത്തിന് പാടാം വൻപൂലി വേട്ടയ്ക്കും ആദരേ പോർക്കേവാ ചെയ്തു നിൽപ്പവർ ആദരയാതെ നീ അതിൽ പോർക്കലാം അളവ് വേടാദേവാ രത്തേ കൊടുപ്പവർ വന്നേച്ചവർക്കേവാ രത്തേ കൊടുപ്പവർ നിന്നേച്ചവർക്ക് നീ റന്തേടുത്തേടുവാർ വേദത്തിനാന്തണായി കുണർവായി നിൽപ്പവർ വേദിയാതുള്ളിൽ വിളക്കായി വിളങ്ങണം എല്ലിലെ എണ്ണ പോൽ പാലിലെ വെണ്ണ പോൽ എല്ലാടവും നിറം ഏകമായി നിൽപ്പവർ
കുടുക്കി കഴിഞ്ഞാൽ നമ്മളെ നടു ഭാഗം ശരിക്ക് പൊട്ടിയിട്ട് കഷ്ണം കഴിയുമ്പോഴത്തെ അവസ്ഥ ഉണ്ടാവും. നടു എന്ന് പറഞ്ഞാൽ കാലെല്ലാം ഈ പിന്നെ നമ്മൾ ഈ 2 തൊടേൻ്റെ മുട്ട് മുതൽ നമ്മൾ അര മുതൽ ഇങ്ങോട്ടുള്ള ഭാഗം തരിച്ചിട്ട് യാതൊന്നും തിരിയില്ല. ചില സമയത്ത് നല്ലോണം ഇനി ബോധമില്ലാത്ത ഒരുത്തനാന്ന് എണീച്ചെന്നെങ്കിൽ എന്നപാട് കമ്മിഞ്ഞോട്ട് പോകും. കാരണം കാല് തരിച്ചിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം ഇത്രയും ഭാരം ഈ വെറും അരയാന്ന് നമ്മളെ താങ്ങുന്നത്. അതിൻ്റെ മേലെയാണ് ഈ പിന്നെ വായപ്പോളേരിയും പിന്നെ ഓലേരിയായ അരോടിയും കൂടി എടുത്ത് അതും കൂടി നമ്മൾ നടുവാണ് താങ്ങുന്നത്. അപ്പോൾ ഈ നടുവെല്ലാം താങ്ങി നമ്മൾ വലിച്ച് കെട്ടിയാൽ 2 കൈ അതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമുക്ക് ഒരിക്കലും അനങ്ങാൻ പറ്റില്ല. പക്ഷെ ആ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ട് ആ സമയത്ത് നമ്മൾ അതൊന്നും അറിയുന്നില്ല. പാലിലേ വെണ്ണ പോൽ എല്ലാടവും നിറ ഏകമായി നിൽപ്പവർ കരിന്റെ സമയത്തിനോടെ ചന്ദ്രമോട് തോറ്റവർ എന്തൊരു മനോത്സവം ചിന്താതെളിഞ്ഞാതെറാൽ. ഒറ്റക്കൊലം പിന്നെ മേലേരി കൊള്ളുന്നതിന് മുമ്പേ ഈ പിന്നെ അടുത്ത കർമ്മി വന്നിട്ട് ഈ മേലേരിക്ക് 3 പ്രദക്ഷിണം വെച്ചിട്ട് അതിൽ കുറിയിട്ടിട്ട് അയാൾ അതിൽ നിന്ന് കുറച്ച് കനൽ വാരി ഈ തെയ്യത്തിന് പിന്നെ ധൂപം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കൊള്ളി കൂട്ടി എല്ലാ വ്രതശുദ്ധിയുള്ളവരും ഈ മേലേരിയിൽ കയറണം. ഞാൻ ഏകദേശം ഒരു 10-30 ഒറ്റക്കൊലം കെട്ടിയിട്ടുണ്ടാവും. 10-30 ഒറ്റക്കൊലം കെട്ടി. പക്ഷേ ഈ ഒറ്റക്കൊലം കെട്ടുന്നതിൻ്റെ അതിലേറ്റവും കൂടുതലുള്ള വിഷമം ഈ തീയിൽ വീഴുമ്പം അതിൻ്റെ ചൂടാണ്. ചൂട് ശരിക്കും പറഞ്ഞാൽ കണ്ണിന് തന്നെയാണ് ബാധിക്കൽ. കണ്ണിനും ബാധിക്കും, ഓരോരു വീഴലിനും നെഞ്ഞടിക്കും. നെഞ്ഞ് ശരിക്കടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ശരിക്കും ശ്വാസം ബലങ്ങുന്നതായിട്ട് തോന്നും. പിന്നെ മാത്രമല്ല വെണ്ണീര് കംപ്ലീറ്റ് നമ്മളെ തൊണ്ടയിലേക്ക് തന്നെ പോകും. കണ്ണിലും ബാധിക്കും. അത് കുറേയെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഒറ്റക്കൊലം കെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കക്കൂസ് പോകാനോ ഒന്നും കഴിയില്ല. നമ്മൾ തുപ്പുന്നതും പിന്നെ എല്ലാം വെണ്ണീർ തന്നെ ആയിരിക്കും. അതിന് ചെറിയ ഒറ്റക്കൊലായാലും തിരക്കുള്ള, വലിയ ഒറ്റക്കൊലായാലും തിരക്കുള്ള. ഒറ്റക്കൊല തീയിൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. അത്രയ്ക്കൊരു ഇതുണ്ട്. പിന്നെ കണ്ണിനെല്ലാം കുറേ പോച്ചലുണ്ടാവും. പിന്നെ അതേപോലെ മൂത്രമൊഴിക്കുമ്പോൾ വിഷമമുണ്ടാവും. പിന്നെ നമ്മളെ മറ്റുള്ള കാര്യങ്ങളിൽ വലിയ വിഷമങ്ങളുണ്ടാവും. അങ്ങനെ ഭയങ്കര വിഷമമുണ്ട്. നെഞ്ഞിൻ്റെ അടുത്ത് വേദന ഉണ്ടാവും. പിന്നെ ഈ 2 കാലും ഈ അരയും അതും സഹിക്കാൻ കഴിയില്ല. അതും ഒരു വല്ലാതൊരു വിഷമം തന്നെയാണ്. നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒറ്റക്കൊലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ കിടന്നേക്ക് എണീക്കണമെങ്കിൽ പിടിക്കേണ്ടി വരും. 2 ദിവസം 3 ദിവസം. അങ്ങനെ ഒരു വിഷമമൊരു തെയ്യം തന്നെയാണ് ഒറ്റക്കൊലം. കത്തുന്ന മേലേരി കുന്നോളം കൂട്ടിയതിൽ കനലേറിയ പൊടി കിളര തോറ്റങ്ങളാടുവോ.
പന്തിമരം അനേകം പഠിച്ചു കഴിഞ്ഞാലും കടലാറ് കോരി കുടിച്ചാലും നമ്മൾ ഒന്നുപോലും അറിയാത്തവനാണ് ആന്താമൂർത്തി ആദ്യ വൈകുണ്ഠൻ. കുട്ടികൾ വിടാവല്ലോ എന്തിനാ അല്ലേ ഒരുപാട് രണ്ടു മണി എടുക്കണോ കൊന്നിരിക്കുന്ന ഭഗവാന്റെ അഗ്നിയാണ് നിങ്ങൾക്ക് കാണണോ ദർശിക്കണോ നിങ്ങൾക്ക് പോണോ അതിനെ പറഞ്ഞേ മനഃശുദ്ധിയായില്ലേ നിങ്ങളുടെ ആത്മകുലത്തില്ലേ തൃപ്തിയല്ലോ നിങ്ങൾക്ക് തൃപ്തിയായോ പോരെ എങ്കിൽ ഞാൻ കർമ്മത്തിന് വട്ടം പിടിക്കാൻ ആൾക്കും കൊടുക്കട്ടോ. അപ്പോൾ ഒടയിച്ച് വീമ്പ് ഉണ്ടാകുന്ന അനുഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ യാതൊന്നും നമ്മളെ ദേഹത്തില്ല, ഏടെങ്കിലും മനസ്സോ നമ്മളെ ശരീരമോ ഏടെങ്കിലും തരത്തിൽ അതാത് ഈ തീലുവുന്ന സമയത്തെ അങ്ങനെ ഏടെങ്കിലും നമുക്ക് വല്ല തരത്തിലും പിന്നെ ഒരു പിന്നെ സംശയ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേടി മനസ്സിൽ ഏടെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പൊള്ളുന്നില്ല കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം നമ്മളെ കയ്യിൽ ഒരു സാധനമില്ല, ചെറിയൊരു വലിയൊരു തണ്ടവാല് മാത്രമെന്നില്ലേ. അത് ഈ വലിക്കുന്ന ആളും തെയ്യക്കാരനും ഈ മൂന്നാള്, ഒരു തെയ്യക്കാരനും രണ്ട് വലിക്കുന്ന ആളും. വലിക്കുന്ന ആളും വളരെ 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 പിന്നെ ഏകബുദ്ധി മനസ്സ് ഒരേപോലെ ആയിരിക്കണം അവരുത്. അത്ര ഇതുണ്ടെങ്കിൽ മാത്രമേ അന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂ. തെയ്യം മഞ്ഞക്കുറി വാങ്ങി ആദ്യം തന്നെ വലിച്ചവർക്ക് കൊടുക്കും. പിന്നെ ഇതേ മേലേരി കൂട്ടിയവർക്ക് കൊടുക്കും. ആ കുറി വാങ്ങിച്ചു കഴിഞ്ഞാൽ മേലേരി കൂട്ടിയവർക്ക് വേണമെങ്കിൽ കുളിക്കാൻ പോവാം. ഈ തെയ്യം ആ മഞ്ഞക്കുറി കൊടുത്താൽ അവർക്ക് പിന്നെ കുളിക്കാൻ പോവാം.
ചീർമ്പ എന്നിരിക്കുന്ന വിത്ത് വിതച്ചാൽ വിഷ്ണുമൂർത്തി എന്നിരിക്കുന്ന പച്ചത്തൂല് വേണമല്ലോ കൊമ്പെ അകറ്റാൻ. മഹാമാരിക്ക് മറപിടിക്കാൻ 10 കൊണ്ട് പിടിച്ചു. 4 കൊള്ളി പ്ലാവറവും 4 കരിക്കൻ്റെ മനവും ഒരു തൂം കൊണ്ട് പിടിച്ചു. ചീർമ്പേ വാങ്ങിത്തെളിഞ്ഞ് കയ്യേത്തോളേ. വടക്ക് വെച്ച കളിയാമ്പള്ളി 64 കളകലും ശയിക്കുന്ന ഈ തറക്കകത്ത് വെച്ച് ആദിമൂല സ്ഥായി ആയിരിക്കുന്ന എൻ്റെ ചീർമ്പ കർമ്മങ്ങൾ കയ്യേത്തോളേ ചീർമ്പേ.